രാഹുൽ ഈശ്വറിന്റെ ജാമ്യ ഹർജി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ അതിൽ വാദം തുടങ്ങിയിട്ടുണ്ട്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും അപ്ലോഡ് ചെയ്ത പോസ്റ്റ് പിൻവലിക്കാമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും പോലീസ് കോടതിയെ അറിയിച്ചു. രാഹുൽ ഈശ്വറിനായി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം ഈ ലൈംഗിക പീഡകൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലായി വാദിച്ച രാഹുൽ ഈശ്വർ ആട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ജയിലിൽ നിരാഹാര സമരമൊക്കെ തുടർന്ന് അങ്ങനെ കഴിയുന്നു. ഇപ്പോൾ വാദം തുടങ്ങിയിരിക്കുന്നു. പുതിയ വിശദാംശങ്ങൾ. അനുജ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുകയൊക്കെ തന്നെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു എന്ന തരത്തിലാണ് സൈബർ പോലീസ് എടുത്ത കേസിലാണ് നിലവിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ, അതായത് 2 കോടതിയിൽ ഒരേപോലെ തന്നെ ജാമ്യ ഹർജി നൽകിയിരുന്നു. പക്ഷേ സാങ്കേതികമായി നിയമപരമായി 2 കോടതി അങ്ങനെ പരിഗണിക്കാൻ സാധിക്കില്ല. അങ്ങനെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കൊടുത്ത ജാമ്യ ഹർജി അവിടെ നിന്ന് പിൻവലിച്ച ശേഷമാണ് ഇന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ആ ഹർജി പരിഗണിച്ചുകൊണ്ട് വാദം കേൾക്കുന്നത്. ഇതിൽ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകന്റെ പ്രധാനപ്പെട്ട വാദം, രാഹുൽ ഈശ്വർ അന്വേഷണത്തോട് സഹകരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ലെ വിവരങ്ങൾ മാത്രമാണ് പങ്കുവെച്ചത്. അതിനപ്പുറത്തേക്ക് യാതൊരു വിശദാംശങ്ങളും പങ്കുവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിഭാഗത്തിന്റെ വാദം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.